ഹായ് ഓൾ ഇന്നത്തെ ക്ലാസ് ഇൻ്റലിജൻസിനെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻ്റലിജൻസ്. സോ അതിൻ്റെ മീനിങ് ആൻഡ് തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ്റലിജൻസ് എന്ന മനുഷ്യൻ്റെ പഠനക്ഷമതയും പ്രശ്ന പരിഹാര കഴിവും പുതിയ സാഹചര്യങ്ങൾ അനുകൂലമായി പെരുമാറാനുള്ള ശേഷിയുമാണ് അല്ലേ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക വൈവിധ്യം മനസ്സിലാക്കുന്നതിനും മികച്ച അധ്യാപന രീതി രൂപപ്പെടുത്തുന്നതിനും ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ അധ്യാപകരെ സഹായിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മീനിങ്ങും അതിൻ്റെ തിയറീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. സോ വെൽക്കം ടു ദ ക്ലാസ്. Yes, so what is intelligence? Intelligence is the ability to learn, understand, and solve problems, adapting to new situations, using knowledge effectively. അതായത് പഠിക്കാനായിട്ടും അതുപോലെ മനസ്സിലാക്കാനും അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും ഏബിൾ ആയിരിക്കുക. അതാണ് ആ ഒരു എബിലിറ്റി. അതുപോലെ അഡാപ്റ്റിംഗ് ടു ന്യൂ സിറ്റുവേഷൻ, പുതിയ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ അറിവ് ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനൊരു സിമ്പിൾ ഡെഫിനിഷൻ ഇതാ. ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് അഡാപ്റ്റ് ടു ദ എൻവയോൺമെന്റ്. അതായത് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റലിജൻസ്. എന്തൊക്കെയാണ് ഇന്റലിജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് വൺ, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതായത് ലക്ഷ്യബോധമുള്ള പെരുമാറ്റമായിരിക്കും. അതൊക്കെയാണ് ഇന്റലിജൻസിന്റെ ലക്ഷണങ്ങളിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, അതായത് ലക്ഷ്യബോധമുള്ള പെരുമാറ്റം. നെക്സ്റ്റ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പ്രശ്ന പരിഹാര കഴിവുകൾ. ഓക്കെ, തേർഡ് വൺ, അഡാപ്റ്റബിലിറ്റി, പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് മാറുക. നെക്സ്റ്റ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, അതായത് സങ്കേതപൂർണമായ ചിന്ത. ലാസ്റ്റ് വൺ, ലേണിംഗ് കപ്പാസിറ്റി, പഠിക്കുവാനുള്ള ശേഷി. സോ ഇതെല്ലാമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, ഒന്നുകൂടി, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അഡാപ്റ്റബിലിറ്റി, അബ്സ്ട്രാക്ട് തിങ്കിങ്, ലേണിംഗ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. ഫസ്റ്റ് വൺ, ജനറൽ ഇന്റലിജൻസ്. സോ ജനറൽ ഇന്റലിജൻസിന് നമ്മൾ ജി ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ഓവറോൾ മെന്റൽ എബിലിറ്റിയാണ് നമ്മൾ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവറോൾ മെന്റൽ എബിലിറ്റി, അതായത് മൊത്തത്തിലുള്ള ഒരു മാനസിക കഴിവ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, സ്പെസിഫിക് എബിലിറ്റീസ്, ദാറ്റ് ഈസ് പർട്ടിക്കുലർ സ്കിൽസ്, അതായത് ഒരു പ്രത്യേക കഴിവുകൾ മാത്രം. ഇപ്പോൾ ചിലവർക്ക് മാത്സിനായിരിക്കും കൂടുതൽ എബിലിറ്റി വരുന്നത്, ചിലവർക്ക് ലാംഗ്വേജിനായിരിക്കും കൂടുതൽ എബിലിറ്റി. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് എബിലിറ്റീസ് വരുന്നതാണ് സെക്കൻഡ് വൺ, അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. The last one, multiple intelligence. Multiple intelligence ന്റെ പറഞ്ഞതാണ് ഗാർഡനർ. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതായത് വ്യത്യസ്ത ഇൻ്റലിജൻസുകളുടെ ഒരു തരം. ഓക്കെ, പല പല ഇൻ്റലിജൻസ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. സോ നെക്സ്റ്റ് നമുക്ക് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി. സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറിയാണ് ഫസ്റ്റ് തിയറി. ഓക്കെ, സോ അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, അതായത് ടു ഫാക്ടർ ആണ് അല്ലെ, ടു ഫാക്ടേഴ്സ് ആണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ജി ഫാക്ടർ. ജി ഫാക്ടർ എന്ന് വെച്ചാൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്, അതായത് പൊതുവായ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് വൺ, എസ് ഫാക്ടേഴ്സ്. എക്സ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രത്യേക കഴിവുകൾ, അതായത് സ്പെസിഫിക് എബിലിറ്റീസ് ആണ് എസ് ഫാക്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി ഹൈ ജി ഈക്വൽ ടു ഗുഡ് പെർഫോമൻസ് ഇൻ മെനി ഏരിയാസ്. അതായത് ജി ഫാക്ടർ കൂടുതൽ ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് കൂടുതലാണെങ്കിൽ പല മേഖലകളിലും നല്ല പ്രകടനമായിരിക്കും അയാൾ കാഴ്ചവെക്കുന്നത്. ഓക്കെ, അതാണ് സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറിയിൽ പറയുന്നു. ഒന്ന് ജി ഫാക്ടർ, ഒന്ന് എച്ച് ഫാക്ടർ. ജി ഫാക്ടർ എന്ന് വെച്ചാൽ ജനറൽ ഇന്റലിജൻസ് ആണ്, എസ് ഫാക്ടർ സ്പെസിഫിക് ഇന്റലിജൻസ് ആണ്. എന്നിട്ട് സ്പിയർമാൻ തന്നെ പറയുന്നത് എന്താണ്, ഹൈ ജി ഫാക്ടർ ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് കൂടുതലാണെങ്കിൽ ഗുഡ് പെർഫോമൻസ് ഇൻ മെനി ഏരിയാസ്. ഓക്കെ,
Next one, Thorstein's primary mental abilities. So next theory ആണ് Thorstein's primary mental abilities. Okay. So ഈ ഒരു തിയറിയിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരവധി പ്രത്യേക കഴിവുകളെ പറ്റി പറയുന്നുണ്ട്. സെവൻ മെയിൻ എബിലിറ്റീസ് ആണ് തേഴ്സ്റ്റൻസ് പറയുന്നത്. സെവൻ മെയിൻ എബിലിറ്റീസ്. സോ ഫസ്റ്റ് വൺ, വെർബൽ കോംപ്രിഹെൻഷൻ, അതായത് ഭാഷാ ബോധമാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് വരുന്ന ഫസ്റ്റ് എബിലിറ്റി. ഓക്കെ. സെക്കൻഡ് വൺ, ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് സംഖ്യകളിലുള്ള കഴിവ്, ന്യൂമറിക്കൽ എബിലിറ്റി. And next one, spatial relationship, അതായത് അവകാശബോധം. Okay. The next one, memory, ഓർമ്മശേഷി. Next one, perceptual speed, ഗുണപരമായ വേഗം. Next, inducive reasoning, നിഗമന ചിന്ത. And the last one is വാക്കുകളുടെ പ്രവാഹം, that is word fluency. അങ്ങനെ 7 മെയിൻ എബിലിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ തേഴ്സ്റ്റൺ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. സോ ഇതിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് മാത്രമല്ല. ഇന്റലിജൻസ് ഈസ് നോട്ട് ജസ്റ്റ് വൺ എബിലിറ്റി എന്നാണ് പറയുന്നത്. അതിനകത്ത് 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് പറയുന്നത്. ഗാർഡനർ പറയുന്നത് 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഓക്കെ. Then third one, spatial intelligence. And fourth one, musical intelligence. Then bodily kinesthetic intelligence. Then interpersonal intelligence. Next, intrapersonal intelligence. And the last one is naturalist intelligence. Okay. So ഇത്രയുമാണ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ഷുഡ് സപ്പോർട്ട് ഡിഫറെൻറ്റ് ഇന്റലിജൻസ്. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അധ്യാപനം എന്ന് പറയുമ്പോൾ അധ്യാപനം വിവിധ ഇന്റലിജൻസുകൾ പിന്തുണയ്ക്കണം. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ചെയ്യുമ്പോൾ അവിടെ പല ഇന്റലിജൻസിനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം ടീച്ചിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ടീച്ചിങ് ഷുഡ് സപ്പോർട്ട് ഡിഫറെൻറ്റ് ഇന്റലിജൻസസ്. അപ്പോൾ ഒരു കുട്ടിക്ക് അതായത് നമുക്കറിയാം, ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ കുറേ കുട്ടികളാണ്. അപ്പോൾ പലർക്കും പലതരം ഇന്റലിജൻസ് ആയിരിക്കും. അപ്പം നമ്മൾ അവരുടെ കഴിവുകൾ ഏതൊരാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഗാർഡനർ പറയുന്നത്. ഓക്കെ. അപ്പോൾ പല കഴിവുകൾ നമുക്കൊരു ക്ലാസ്സിൽ കയറിയാൽ നമുക്കറിയാം പല കഴിവുകളുള്ള കുട്ടികളാണ്. ചിലവർക്ക് മാത്തമാറ്റിക്കലി കഴിവുകളുണ്ടാകും, ചിലവർക്ക് നല്ല മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും, ചിലവർക്ക് ഇന്റർപേഴ്സണൽ ആയിരിക്കും, ചിലവർക്ക് ഇൻട്രാപേഴ്സണൽ ആയിരിക്കും, ചിലർ നാച്ചുറലിസ്റ്റിക് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഗാർഡനർ പറഞ്ഞത്. ഓക്കെ. Next one, Sternberg's triadic theory. Okay. So ഇതിനകത്ത് 3 types of intelligence ആണ് പറയുന്നത്. 3 പ്രധാന ഇന്റലിജൻസിന്റെ തരമാണ് സ്റ്റേൺബർഗ് പറയുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് വൺ, അനലറ്റിക്കൽ. അതായത് അനലറ്റിക്കലിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ്, അക്കാഡമിക് ടാസ്ക്, അതായത് പ്രശ്ന പരിഹാരം. ഓക്കെ. അപ്പോൾ അതാണ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇന്റലിജൻസിനെ പറ്റിയാണ് സ്റ്റേൺബർഗ് പറയുന്നത്. സെക്കൻഡ് വൺ, ക്രിയേറ്റീവ്. ഓക്കെ. അതായത് ഡീലിംഗ് വിത്ത് ന്യൂ സിറ്റുവേഷൻ, അതായത് പുതിയ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇന്റലിജൻസ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രാക്ടിക്കൽ, അതായത് എവറിഡേ സ്കിൽസ് അഡാപ്റ്റിംഗ് ടു എൻവയോൺമെന്റ്, അതായത് പുതിയ ദിനംപ്രതി ജീവിതത്തിൽ വരുന്ന സ്കിൽസ്, വരുന്ന കാര്യങ്ങൾ, അതുപോലെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് മാറാനായിട്ടുള്ള കഴിവ്. അപ്പം ഇങ്ങനെയുള്ളതാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസിൽ വരുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു 3 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിനെ പറ്റി മാത്രമാണ് സ്റ്റേൺബർഗ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ദെൻ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, ദെൻ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. അതിൽ അനലിറ്റിക്കൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് അക്കാഡമിക് ടാസ്ക് ആണ്. Creative intelligence dealing with new situation, and last one practical intelligence, everyday skills adapting to new environment. Okay, so ഇതാണ് സ്റ്റേൺബർഗിന്റെ ട്രയാക്കിക് തിയറി. Okay, then next importance in education ആണ്, എഡ്യൂക്കേഷനുള്ള പ്രാധാന്യം. Okay, so first one helps teachers understand learner differences. Okay, അതായത് വിദ്യാർത്ഥികളുടെ വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഈ ഒരു ഇൻ്റലിജൻസിനെ പറ്റി നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്താണ്, നമുക്കറിയാം നമ്മൾ പോകുന്നത് ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു റൂമിലേക്കല്ല നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് കുറേ കുട്ടികളുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. ഈ കുട്ടികൾക്കെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എബിലിറ്റീസും ഇൻ്റലിജൻസസും ആണ്. അപ്പോൾ ആ കുട്ടികളുടെ ആ വ്യത്യസ്തതകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സപ്പോർട്ട്സ് ഡിസൈനിങ് വേരി ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, വ്യത്യസ്ത പഠന രീതികൾ രൂപപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സും ചേഞ്ച് ചെയ്യേണ്ട ഒരു ടൈമാണ്. കുട്ടികൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്ന സമയമാണ്. പണ്ടത്തെ പോലെയല്ല, നല്ല കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ് മാറ്റിയിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, then encourage inclusive education, അതായത് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നു. then promotes individualized learning, ഒരു വ്യക്തിഗത പഠനം പിന്തുണയ്ക്കുന്നു. ഓക്കെ, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, then നമുക്കിതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. സോ എന്താണ്, ഇൻ്റലിജൻസ് ഇസ് കോംപ്ലെക്സ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അല്ലേ. അതുപോലെ ഡിഫറെൻറ്റ് തിയറീസ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ. Teachers can use these ideas to improve learning for all students. Okay, അപ്പോൾ ടീച്ചേഴ്സിന് ഈ ആശയങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കാം. ഈ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളെ മനസ്സിലാക്കാനും കുട്ടികൾക്കുള്ള ടീച്ചിങ് മെത്തേഡ്സ് മാറ്റാനും കുറേ ഐഡിയാസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻ്റലിജൻസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇൻ്റലിജൻസിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഓൾ.